ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ഉണ്ട്, പിന്നെ ചില സമയങ്ങളിൽ കീ തിരിയണില്ല, സ്റ്റക്കായിട്ട് ഇതൊക്കെയാണ്. മൈലേജ് ഷോട്ട് പറയുന്നുണ്ട് പുള്ളിങ്ങിലോ, അതേപോലെ റിയർ സൈഡിൽ നിന്ന് സൗണ്ട് പറയുന്നുണ്ട്. ഓയിൽ ചെക്ക് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കണേ, അതായത് ഓയിൽ മാറ്റിയതാണ്, അപ്പോൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ വാട്ടർ സർവീസിൻ്റെ കേസൊക്കെ നോക്കിയിട്ട് പറയാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു വീല് ലൂസായി കിടന്ന് ഓടിയേക്കണേൻ്റെ ലക്ഷണം ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. എൻ്റെ ത്രെഡ് ലോക്കർ ഉപയോഗിച്ചിട്ട് നെറ്റ് ലോക്ക് ചെയ്ത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ ബാക്കിലത്തെ എല്ലാം ബ്രേക്ക് ലൈനറാണത്. നമുക്ക് ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എന്നാൽ മേജർ കംപ്ലയിൻറ്റിലേക്കൊന്നും ആയിട്ടില്ല. ലീക്ക് കാര്യങ്ങളൊന്നും കാണിച്ചു തുടങ്ങിയിട്ടില്ല. ഗിയർ ഓയിൽ ലെവൽ കുറവാണ്, അപ്പോൾ ഗിയർ ഓയിൽ മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. കമ്പനി ഫിൽറ്റർ തന്നെയാണ്, പുതിയ ഫിൽറ്റർ വലിയ പഴക്കമായിട്ട്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. CVT ക്ലച്ചാണ്, മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തണം, അതിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ്. അപ്പോൾ നിലവിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് നിലവിൽ കമ്പനി ബെൽറ്റ് കിടക്കണേ. ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ട് നമുക്ക് ഓടണതുകൊണ്ട് കുഴപ്പമില്ല. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിക്കളയാം കേട്ടോ. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു ക്രാക്കാണെങ്കിൽ പോലും മാറ്റിയിടണം ഏറ്റവും സേഫ് കേട്ടോ. അത് നോക്കിയിട്ട് പറയാം. ഇപ്പോൾ ഇത് നമുക്ക് ഈ ലോക്കൽ ഓട്ടമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കിടന്നാലും അടുത്ത സർവീസിൽ മാറ്റിയാലും മതി, കുഴപ്പമില്ല. നല്ല രീതിയിൽ വണ്ടിക്ക് ഉപയോഗമുണ്ട്, നല്ല രീതിയിൽ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കരുത്. കൈയോടെ വിളിച്ച് പറഞ്ഞത് ക്ലച്ച് ഈ ബെൽറ്റ് മാറ്റിച്ചോണം കേട്ടോ. ഞാൻ എസ്റ്റിമേറ്റിന് ഉൾപ്പെടുത്തുന്നില്ല, എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനുള്ളൂ. ക്ലച്ച് ഭാഗമായാലും നിലവിൽ നോർമൽ, വർക്കിംഗ് ഒക്കെ നോർമലാണ്. പിന്നെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാനുള്ളൂ. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിള്, ആക്സിലേറ്ററിൻ്റെ കേബിള് രണ്ടും ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. കാർബേറ്ററിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നുമില്ല. നിലവിൽ ഇപ്പോഴത്തെ കാർബേറ്ററിൽ ഒട്ടുമിക്ക വണ്ടിയുടെയും കംപ്ലയിൻ്റ് ആണ്. കാരണം E20 പെട്രോളിൻ്റെ ഉപയോഗം മൂലം കാർബേറ്ററുകൾ കോമൺ ആയിട്ട് കംപ്ലയിൻ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഓടിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പക്ഷേ മൈലേജ് ഷോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങിയതാണ്. സ്വാഭാവികമായിട്ടും സാധാരണ പെട്രോളിനെ അപേക്ഷിച്ച് E20 പെട്രോളിന് മൈലേജ് കുറവുണ്ട്. ഏകദേശം ഒരു 3 മുതൽ 5 കിലോമീറ്ററോളൊക്കെ ഒരു ലിറ്ററിനകത്ത് തന്നെ വ്യത്യാസം വരാറുണ്ട്. മാക്സിമം നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിങ് ചെയ്തിടാം. അതിൽ കൂടുതൽ നമുക്ക് പ്രത്യേകിച്ച് അതുമേ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീല് നമ്മൾ അഴിക്കും. ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ചതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് അഴിക്കാൻ പറ്റില്ല. ഓൾറെഡി നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് കൂടി അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. സ്പീഡോമീറ്റർ കേബിളൊക്കെ ആയാലും ഓക്കെയാണ് നിലവിൽ കേട്ടോ. വീൽ ബെയറിങ് ഫ്രണ്ടിലത്തെ ചെക്ക് ചെയ്തു, കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും 2022 ബാറ്ററിയാണ് കേട്ടോ. നിലവിൽ ഞാൻ എൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.60 വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ബാറ്ററിയുടെ ഒരു ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ താമസിച്ചാണ്ട് ബാറ്ററി കംപ്ലയിൻസിലേക്ക് വരും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സ്റ്റേജ് ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. വോൾട്ട് 8.5 വോൾട്ട് താഴേക്ക് പോകുമ്പോഴത്തേക്കും ബാറ്ററി കംപ്ലൈൻറ്റ് കാണിക്കാറുണ്ട് സാധാരണ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ നമ്മൾ നോക്കി, ഓയിൽ പൊട്ടിക്ക് ലെവൽ കുറവ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് നോക്കാം, ഇവിടെ അതിൻ്റെ സ്റ്റിക്കിനകത്ത് ഒരു അല്പം ലെവൽ കുറവ് കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 100-150 മില്ലിയോളം നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ താക്കോല്, അതായത് കീ സെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. ചില നേരങ്ങളിൽ കീ ഓൺ ആവാത്തൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ കീയുടെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഇത് മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെയാണ് അതിൻ്റെ ലെഗ് കാര്യങ്ങളെല്ലാം വന്നത്. അതിനകത്ത് നമുക്ക് അഴിച്ച് ക്ലീനിങ്ങോ പോസിബിൾ അല്ല. ഒന്നാലും അത് മാറ്റി കളയാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ രീതി തന്നെ ഉപയോഗിക്കുക. ചില സമയങ്ങളിൽ അത് ഓണാവാനായിട്ട് വലിയ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലൂബ്രിക്കേഷൻ കൊടുത്തപ്പോൾ ഇപ്പോൾ ഓക്കെയാണ്, പക്ഷേ അത് പിന്നീട് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചുകൂടായി ഇല്ല. അപ്പോൾ എപ്പോഴും കീ സെറ്റും ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ കീ സെറ്റ് മാറ്റി കളയാനാണ് പറ്റുള്ളൂ കേട്ടോ. ഇത് കീ ആണെങ്കിൽ കീ സെറ്റ് എനിക്ക് തോന്നുന്നു വലിയ പഴക്കമുള്ള കീ സെറ്റ് അല്ലതാണ്. അപ്പോൾ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാനില്ല. കാരണം എന്താ വെച്ചാൽ കമ്പനി ഐറ്റം ഇപ്പോൾ ഇരിക്കുന്നത് ഹീറോൻ്റെ ഒക്കെ കമ്പനി ഐറ്റം തന്നെയാണ്. പക്ഷേ ഈ പ്ലാസ്റ്റിക്കിൻ്റെയാണ് അതിൻ്റെ ഉള്ളിൽ വന്ന എല്ലാ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ വന്നത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് അതിനൊട്ടൊന്നും നടക്കില്ല. അപ്പോൾ ഒന്നുമല്ല ഇത് തന്നെ യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ കീ സെറ്റ് മാറ്റിക്കളയാം. അപ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ എസ്റ്റിമേറ്റിൽ കീ സെറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മൾ മാറ്റുള്ളൂ. അപ്പോൾ കീ സെറ്റിൻ്റെയും അതിൻ്റെ ലേബർ ചാർജും കൂടിയിട്ട് എസ്റ്റിമേറ്റിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം.
അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്തായാലും നമുക്കൊരു 5:30-6 മണിയൊക്കെ ആവും കേട്ടോ വർക്ക് തീരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് എസ്റ്റിമേറ്റ് കണ്ടതിന് ശേഷം വാട്ടർ സർവീസ് ചെയ്യണോ വേണ്ടതെന്നുള്ള ദിവസം അതും കൂടി ഒന്ന് പറഞ്ഞുതരും. ഓക്കെ.